ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ മീൻ മപ്പാസാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചേരുവകളൊക്കെ തന്നെ കുറച്ച് വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കിയാൽ അസാധ്യ രുചിയിലുള്ള ഫിഷ് മപ്പാസ് കഴിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മുള്ളു കുറവുള്ള ചെറിയ ഇനം നെയ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 400 ഗ്രാം ഉണ്ട്. ഇങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് മുതൽ കഴിക്കാൻ പറ്റും. മുള്ളു കൊള്ളൂ എന്നുള്ള പേടി വേണ്ട. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനുള്ള മസാലപ്പൊടികൾ ഒരു പാത്രത്തിലേക്ക് എടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ വൈറ്റ് വിനീഗർ, അതിന് പകരം നിങ്ങൾക്ക് നാരങ്ങനീരും ചേർക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല കുഴമ്പ് രൂപത്തിൽ കലക്കിയെടുക്കാം. ഒത്തിരി തിക്കാവരുത്, കുറച്ച് ലൈറ്റായിട്ട് കലക്കിയെടുക്കുക. അപ്പോൾ മീൻ കഷ്ണങ്ങളിൽ ഒത്തിരി മസാല പിടിക്കില്ല. ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം. അപ്പോൾ ഞാനത് നല്ലതുപോലെ കുഴമ്പ് രൂപത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല മീൻ കഷ്ണങ്ങളിൽ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ ഓരോ കഷ്ണവും എടുത്ത് നമുക്ക് പുരട്ടിയെടുക്കാം. അപ്പോൾ മസാല മീൻ കഷ്ണങ്ങളിൽ പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഈ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കും. അരമണിക്കൂറിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ബാക്കി വരുന്ന എണ്ണ നമുക്ക് അടുത്ത പ്രോസസ്സിൽ ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ഓയിൽ ചേർത്തത് കേട്ടോ. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം മീൻ കഷ്ണങ്ങളെല്ലാം നിരത്തി വെച്ച് കൊടുക്കാം. പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ടു ലോ ഹീറ്റിൽ ഫ്രൈ ചെയ്യാം. ഇപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പാനിൽ തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു വശം നല്ലതുപോലെ മൊരിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു 10-12 ചെറുള്ളി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാം. കുറച്ച് വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ അല്ലിയാണെങ്കിൽ ഒരു 8 അല്ലി വെളുത്തുള്ളി എടുക്കണം. 1/2 ഇഞ്ച് നീളത്തിൽ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കി ഇതിലേക്ക് ചേർക്കാം. 1 ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങാപ്പാലോ അല്ലെങ്കിൽ വെള്ളം ചേർത്ത് അരക്കാം. ഇപ്പോൾ മീനിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഞാനിത് കുറച്ച് ഫ്രൈ ആയി തന്നെയാണ് എടുക്കുന്നത്, വാട്ടിയല്ല. കുറച്ചുകൂടി നല്ലതായിരിക്കും ഫ്രൈ ചെയ്തെടുത്താൽ. ഈ കരിമീനൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് കൂടുതൽ മുരിച്ചാൽ മാംസം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വാട്ടിയെടുത്താൽ മതിയാകും. ഇത് നെയ്മീനായതുകൊണ്ട് മുള്ളൊന്നും ഇല്ലാത്ത മീനാണ്, നല്ല കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് നന്നായിട്ട് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് നെയ്മീൻ മപ്പാസ് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മത്തി, അയല അതിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. കരിമീൻ തന്നെ വേണമെന്നില്ല. ദശക്കട്ടിയുള്ള ഏതും മീൻ കൊണ്ടും നമുക്ക് മപ്പാസ് ഉണ്ടാക്കാം. ഇനി മറ്റേ സൈഡും കൂടി ഒന്ന് മൊരിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 2 സൈഡും പാകത്തിന് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മപ്പാസ് ഉണ്ടാക്കാനുള്ള മീൻ ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട്. ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിന് എണ്ണ ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും എണ്ണ ചേർക്കുന്നില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മീൻ ഫ്രൈ ചെയ്ത എണ്ണ ഈ കറിയിൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ എണ്ണയിൽ തന്നെ നിങ്ങൾ ഫ്രൈ ചെയ്യുക. ഈ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ തന്നെ ഇഞ്ചി പൊടിയായി അരിഞ്ഞതും
നീളത്തിൽ കട്ട് ചെയ്ത 4 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ വഴറ്റി കൊടുത്ത് സവാളയൊക്കെ നല്ലതുപോലെ മൂത്ത് നിറം മാറി തുടങ്ങുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പച്ചമുളകൊക്കെ നല്ലതുപോലെ വാടിയിട്ടുണ്ട്, സവാളയൊക്കെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ ഒത്തിരി അരപ്പ് പറ്റിയിരിപ്പുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് അഴിപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം. ജാറിൽ വീണ്ടും അരപ്പ് ധാരാളം ഇരിപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് 2 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് അഴിപ്പിച്ച് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. അരപ്പൊക്കെ നല്ലതുപോലെ മൂത്ത് എണ്ണ തെളിയുന്നത് വരെ വറ്റി കൊടുക്കാം. ഈ ചേർത്ത വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വരും. ഇത് ഒത്തിരി ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അരപ്പൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ചേർത്ത വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയമായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി സ്ക്വയറായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും. തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് കുഴമ്പ് പാകത്തിലാകുന്നത് വരെ വഴറ്റി കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഇല്ലെങ്കിൽ തക്കാളിയുടെ പച്ചച്ചുവ ഉണ്ടാകും. അതുകൊണ്ട് നല്ലതുപോലെ കുഴമ്പ് രൂപത്തിലാകുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് വഴറ്റി കൊടുത്തിട്ട് ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. ഞാൻ 2 കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. 2-ാം പാലാണ് കേട്ടോ. നമുക്ക് ഈ കപ്പിൽ അളന്നെടുക്കാം. 1 കപ്പ് ചേർക്കാം. ഇനി 1 കപ്പും കൂടി നമുക്കിവിടെ അളന്നെടുക്കാം. ഇനി ആദ്യം ചേർത്ത തേങ്ങാപ്പാലിൽ ഈ മസാലയൊക്കെ ഒന്ന് അഴിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് 2-ാമത്തെ കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം. കുറച്ച് തേങ്ങാപ്പാലിൽ ഈ അരപ്പ് പെട്ടെന്ന് നമുക്ക് മിക്സായി കിട്ടും. അതുകൊണ്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2-ാമത്തെ കപ്പ് പാല് ചേർക്കുന്നത്. 2 കപ്പ് പാല് ചേർത്തതിന് ശേഷം ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് നല്ലതുപോലെ തിളക്കുന്നത് വരെ മീഡിയം ഹീറ്റിൽ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇപ്പോൾ അരപ്പ് നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. 2-3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്ത മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഒരു 4-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ചാറൊക്കെ നല്ലതുപോലെ കുറുകി മീനൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആകും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി മീൻ കഷ്ണങ്ങളിലൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മണമാണ് വരുന്നത്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് 2-3 കഷ്ണം സ്ലൈസ് ചെയ്ത് തക്കാളി ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഈ മപ്പാസ് അടിപൊളി ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് 2 ചേരുവകൾ നമുക്ക് ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. അതിനൊരു വറവ് ചട്ടി ഞാനിവിടെ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ 10-12 ചെറുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റി കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുള്ളി ഇതുപോലെ യെല്ലോ കളറായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് തരിയായി പൊടിച്ച കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് ഉടനെ തന്നെ സ്റ്റവിൽ നിന്ന് മാറ്റാം. ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ അത് പാകാകും. ഇപ്പോൾ മീൻ മപ്പാസ് മൂടി വെച്ച് കുക്ക് ചെയ്തിട്ട് ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ തക്കാളിയും വേപ്പിലയൊക്കെ ചേർത്തതിന് ശേഷം വെച്ചിട്ട് ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് നമുക്കിനി ചേർക്കാനുള്ളത് 1-ാം പാലാണ്.
1/2 കപ്പ് ഒന്നാം പാല് ചേർക്കുക. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക. പിന്നെ ചട്ടിയിൽ ഇങ്ങനെ പിടിച്ചൊന്ന് അനക്കി കൊടുത്ത് ഇത് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ചട്ടിയുടെ ചൂടുകൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ കുക്കായി കിട്ടും. വളരെ പതിയെ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് അനക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ നല്ല കട്ടിപ്പാൽ കിട്ടണമെങ്കിൽ നല്ല വിളഞ്ഞ തേങ്ങ തന്നെ പിഴിഞ്ഞെടുക്കണം. ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണയിൽ മുപ്പിച്ച ഉള്ളിയും കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതാണ് ഈ കറിയെ അടിപൊളി ടേസ്റ്റ് ആക്കുന്നത് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഒരിക്കലെങ്കിലും ചെയ്തു നോക്കൂ. വെളിച്ചെണ്ണയിൽ ചെറുള്ളിയും കുരുമുളകും മാത്രം ഒന്ന് മുപ്പിച്ച് ചേർത്താൽ മതി. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അവസാനം ചേർത്ത വറവൊക്കെ ഇത് ഈ കറിയിൽ നല്ലതുപോലെ പിടിക്കും. 10 മിനിറ്റിന് ശേഷം ഈ അടപ്പ് തുറന്നപ്പോൾ നല്ല സ്മെല്ലൊക്കെയാണ് കേട്ടോ വരുന്നത്. നല്ല കൊതിപ്പിക്കുന്ന മണമാണ്. ഇതിൻ്റെ ഗ്രേവി അടിപൊളിയാണ് കേട്ടോ. അതുപോലെ നമ്മൾ നെയ്മീൻ കൊണ്ട് ചെയ്തതുകൊണ്ട് മുള്ളൊക്കെ ഒന്നും അധികം ഉണ്ടാവില്ല. കുട്ടികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഇത് പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. എത്ര അപ്പം വേണമെങ്കിലും കഴിക്കാം. അതുപോലെ ഇത് പുട്ട്, ഇടിയപ്പം അതിൻ്റെ കൂടെയൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും സാധാരണ ചോറിൻ്റെ കൂടെയും ഒക്കെ വളരെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഈ ഫിഷ് മപ്പാസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.